ഒരു ലോറിയിൽ ചതുരാകൃതിയിൽ മണൽ നിറച്ചിരിക്കുന്നു. നീളം 6 മീറ്റർ, വീതി 3 മീറ്റർ, ഉയരം 1/2 മീറ്റർ. എങ്കിൽ വ്യാപ്തം എത്ര? അപ്പൊ ഇവിടെ മക്കളെ ലോറി എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഷേപ്പാ? ഒരു ലോറി എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് വരുന്ന ഒരു ഷേപ്പ് ഞാൻ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇവർ ഉദ്ദേശിച്ചേക്കുന്ന ഒരു ഷേപ്പ് ഒരു ക്യൂബോയിഡ് ഷേപ്പാണ്. ആണോ? ഇങ്ങനെയാണ് ഒരു ലോറി എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്യൂബോയിഡ്. ആണോ? യെസ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? ഞാൻ ഇവിടെ എഴുതാം. ഇതിനെ വിളിക്കുന്ന പേര് ക്യൂബോയിഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ക്യൂബോയിഡ്. മലയാളത്തിൽ ചതുരക്കട്ട എന്ന് പറയാം അല്ലെ? ചതുരക്കട്ട. ആണോ? അല്ലെങ്കിൽ ചതുരസ്തംഭം എന്ന് പറയാം. ചതുരസ്തംഭം. ക്ലിയർ ആണോ? ചതുരക്കട്ട അല്ലെങ്കിൽ ചതുരസ്തംഭമാണ്. അപ്പൊ ആദ്യം ഇതിന്റെ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കുക. ഇതിന് ഇംഗ്ലീഷിൽ ക്യൂബോയിഡ് എന്ന് പറയും. മലയാളത്തിൽ ചതുരസ്തംഭം എന്നുള്ളതാണ് കറക്റ്റ്. ചതുരക്കട്ട എന്നൊക്കെ നമുക്ക് പറയാം, തെറ്റൊന്നുമില്ല. ഓക്കെ. ഇതിന് എന്തൊക്കെയുണ്ട്? ഇതിന് നീളമുണ്ട്. ഇത് നീളം, ഇതതിന്റെ വീതി, ഇതതിന്റെ ഉയരം. നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ആണോ? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. എന്നിട്ട് ഇവിടെ ചോദിച്ചേക്കുന്ന കാര്യം ഇതിന്റെ വ്യാപ്തം എത്ര എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയമാണ്. ആണോ? ഒരു ചതുരക്കട്ടയുടെ അല്ലെങ്കിൽ ചതുരസ്തംഭത്തിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ L × B × H എന്നതാണ്. അപ്പൊ ചതുരക്കട്ടയുടെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? LBH. അപ്പൊ ഈ ചോദ്യം ചെയ്യാൻ ഇത്ര ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ ഒരു ചതുരക്കട്ടയ്ക്ക് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഇതിനെ ക്യൂബോയിഡ് അല്ലെങ്കിൽ ചതുരസ്തംഭം എന്ന് പറയും. ഒരു ചതുരസ്തംഭത്തിന്റെ വോളിയം, വ്യാപ്തം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ. L × B × H ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കാവുന്ന 1-2 ഇക്വേഷൻസ്. ഒന്ന്, ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അതിന് മലയാളത്തിൽ നമ്മൾ ഉപരിതല വിസ്തീർണം എന്ന് പറയും. അതായത് ഇതിന്റെ പുറമെ മുഴുവനുള്ളതിന്റെ വിസ്തീർണം, ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ, പുറമേ ഉള്ള എല്ലാത്തിന്റെയും കൂടെ ഏരിയ. ഓക്കെ ആണോ? അതിന്റെ ഇക്വേഷൻ 2 × LB + BH + LH ആണ്. ഓക്കെ, പഠിച്ചു വെച്ചോണേ. ഒരു ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 × LB + BH + LH ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ LBH ആണ്. ഇനി ഇതിലൊരു ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിക്കണം. ഇതിന്റെ ഡയഗണൽ, വികർണത്തിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ √L² + B² + H² എന്നതാണ്. അതായത് ഒരു ക്യൂബോയിഡിൽ അല്ലെ, ഒരു ക്യൂബോയിഡിൽ 4 വികർണങ്ങളാണ് ഉള്ളത്. എത്ര വികർണങ്ങളുണ്ട്? 4 ഡയഗണൽസ്. ഈ ഡയഗണലിന്റെ നീളം കാണാൻ ഉള്ള ഇക്വേഷൻ ആണ് √L² + B² + H². അപ്പോൾ ഒരു ക്യൂബോയിഡിന്, ഒരു ചതുരസ്തംഭത്തിന് 4 വികർണങ്ങളേ ഉള്ളൂ. ഈ വികർണങ്ങൾക്കെല്ലാം ഒരേ നീളമാണ്. ആ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √L² + B² + H² എന്നാണ്. അപ്പൊ ചോദ്യം വരുന്നത്, ഒരു ക്യൂബോയിഡിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിയുടെ അല്ലെങ്കിൽ കമ്പിന്റെ നീളം എത്ര എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ വികരണമാണ്. നമുക്കറിയാം, വികരണം എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് എതിർ മൂലയിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ ഒരു ക്യൂബോയിഡിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ കമ്പിന്റെ നീളം ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് വെക്കുന്നതല്ലേ. സോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാറ് കേട്ടോ. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ചതുരക്കട്ട എന്നും ചതുരസ്തംഭം എന്നും പറയാം. നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട് അതിന്. ആണോ? ഇതിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ L × B × H ആണ്. ഇതിന്റെ ഉപരിതല വിസ്തീർണം, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 × LB + BH + LH ആണ്. ഇതിന്റെ വികരണത്തിന്റെ, ഡയഗണലിന്റെ നീളം എന്ന് പറഞ്ഞാൽ √L² + B² + H² ആണ്. ഓക്കെ അല്ലേ? ഇവിടെ വോളിയം കാണാനല്ലേ മക്കളെ ചോദ്യം? ഇവിടെ വോളിയം കാണാനാണ് ചോദ്യം. വോളിയം കാണാൻ ചോദിച്ചാൽ L × B × H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിപാടി തീരും. ആണോ? L എന്ന് പറഞ്ഞാൽ 6, B എന്ന് പറഞ്ഞാൽ 3 അല്ലെ? യെസ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ആണോ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. എന്താ ഇതിന്റെ യൂണിറ്റ്? ഇവിടെ അളവുകളെല്ലാം മീറ്ററിലല്ലേ തന്നേക്കുന്നേ. അളവുകളെല്ലാം മീറ്ററിൽ തന്നാൽ വോളിയം മീറ്റർ ക്യൂബിൽ കിട്ടും. അളവുകളെല്ലാം മീറ്ററിലാണ് തരുന്നെങ്കിൽ വോളിയം മീറ്റർ ക്യൂബിൽ കിട്ടും. അളവുകളെല്ലാം സെന്റിമീറ്ററിൽ തന്നാൽ വോളിയം സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഈ മീറ്റർ ക്യൂബിനെ മലയാളത്തിൽ പറയുന്നതാണ് ഘനമീറ്റർ. കണ്ടോ? മീറ്റർ ക്യൂബിനെ മലയാളത്തിൽ പറയുന്നതാണ് ഘനമീറ്റർ. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ 9 ഘനമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ വോളിയത്തിന്റെ, വ്യാപ്തത്തിന്റെ ഒരു യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ്. അളവുകൾ മീറ്ററിൽ തന്നു കഴിയുമ്പോൾ വോളിയം കണ്ടുപിടിക്കുമ്പോൾ വോളിയം മീറ്റർ ക്യൂബിലാണ് കിട്ടുന്നത്. അതിനെ മലയാളത്തിൽ ഘനമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അളവുകൾ സെന്റിമീറ്ററിൽ തന്നാൽ വോളിയം സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും കിട്ടുന്നത്. മലയാളത്തിൽ ഘന സെന്റിമീറ്റർ എന്ന് പറയും.
ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഈ 3 ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ശരി.